എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ പെൻഡാസ് ചെടിയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പെൻഡാസ് എങ്കിലും ഒരു വെയിൽ സീസണിലാവുമ്പോഴാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ പെൻഡാസ്. മാർച്ച് തൊട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നത്. അതായത് കൂടുതലും പൂക്കൾ ഉണ്ടാകുന്നത് മാർച്ച് കഴിയുമ്പോൾ തൊട്ടാണ്. അതായത് ഒരു വിൻ്റർ സീസൺ കഴിയുമ്പോൾ തൊട്ടാണ് ഇതിൽ പൂക്കളുടെ എണ്ണം ധാരാളമായിട്ട് കാണുന്നത്. ഒരു ചെടിയുടെ ആയുസ് ഒരു 2-3 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഈ ചെടി നശിച്ചു പോകും. കൂടി വന്നാൽ 3 വർഷം അത്രയേ ഉള്ളൂ ഈ ചെടിയുടെ ആയുസ്. നാടൻ പെൻഡാസൊക്കെ ആണെങ്കിലാണ് കുറച്ച് നാൾ നിൽക്കുന്നത്. ഇത് 3-4-5 വർഷം വളരും. ഇത് ഈ ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ കൂടിപ്പോയാൽ ഒരു 2 വർഷം അത്രയും അതിന് ആയുസുള്ളൂ. റെഡ്, പിങ്ക്, പേർപ്പിൾ, ലൈറ്റ്, ബേബി പിങ്ക്, വൈറ്റ് എന്നിങ്ങനെ പല കളറിലും ഈ പെൻഡാസ് ചെടി കാണപ്പെടാറുണ്ട്. നമ്മളുടെ തെച്ചിച്ചെടിയുടെ ഒരു മോഡലാണ് ഈ പെൻഡാസ്. പൂക്കൾ ഇതേപോലെ ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത്. പെൻഡാസ് വളർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെയിലാണ്. ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ച് വളർത്താവുന്നതാണ്. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും വെയിൽ ഇതിന് അത്യാവശ്യമാണ്. എങ്കിലേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ചെടി നല്ല ഹൈറ്റിൽ വളർന്നു പോകുമെന്നല്ലാതെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും. അതേപോലെ നല്ല ചൂടുള്ള സമയത്ത് ഒരുപാട് വെയിലാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ ഇതിനാവശ്യമില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടിയുടെ അറ്റമെല്ലാം നന്നായിട്ട് കരിയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള ഓവർ ഹീറ്റ് ഇതിനാവശ്യമില്ല. നമുക്കിത് സെമി ഷെയ്ഡിലും വെച്ച് വളർത്താവുന്നതാണ്. പക്ഷേ നല്ല വെയിൽ കൊണ്ടില്ലെങ്കിൽ ചെടി ഹൈറ്റിൽ വളരത്തേ ഉള്ളൂ. പൂക്കളുടെ എണ്ണം കുറവായിരിക്കും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിതിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ്. ഇതിന് നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഒരുപാട് ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇല മഞ്ഞളിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മണ്ണ് ഡ്രൈ ആകാനും പാടില്ല. അതേപോലെ ഒരുപാട് ഈർപ്പവും മണ്ണിൽ നിൽക്കാൻ പാടില്ല. അതേപോലെ ഇതിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറുപ്പ് ഡോട്ട് പോലുള്ള ഫംഗസ് പിടിക്കാറുണ്ട്. അത് നമ്മുടെ ചെടിയെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇലകളിലും പൂക്കളിലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം ആ പൂ അങ്ങനെ തന്നെ വാടാതെ നിൽക്കും. നമ്മൾ അതിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂ പൊഴിഞ്ഞു പോകും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുത്താൽ ചെടി കുറേ നാൾ നശിക്കാതെ നിൽക്കും. ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പങ്ക് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പങ്ക് മണലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മണലിന് പകരം കരിയില കമ്പോസ്റ്റ് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ബോൺ മീൽ പൗഡറാണ്. പിന്നെ ഞാൻ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാണകപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കരിയില കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നീം കേക്ക് പൗഡർ കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നമുക്ക് ചെടി പെട്ടെന്ന് നശിക്കാതെ ഈ വേരിൽ നിന്നുണ്ടാകുന്ന ഈ കീടങ്ങൾ ആക്രമിക്കാതെ നമുക്ക് ചെടിയെ ഒന്ന് സംരക്ഷിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ നീം കേക്ക് പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു നാടൻ പെൻഡാസിൻ്റെ ഒരു ചെടിയാണ് നട്ടു കൊടുക്കുന്നത്. ഇത് ഹൈബ്രിഡ് അല്ല, അതുകൊണ്ടാണ് ഇത് നല്ല ഹൈറ്റിൽ വളരുന്നത്. നാടൻ വെറൈറ്റി അല്ല, നല്ല ഹൈറ്റിൽ വളരും. ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം. അതേപോലെ ഒരുപാട് പൂക്കൾ ഈ ഹൈബ്രിഡ് ഇനത്തിൽ ഉണ്ടാകാറുണ്ട്. ഇത് ഞാൻ നട്ടുകൊടുത്തതാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് ഇനത്തിലുണ്ടാകുന്ന അത്രയും പൂക്കൾ എന്തോ എനിക്ക് നാടൻ വെറൈറ്റിയിൽ അധികം കാണാറില്ല. അതേപോലെ പൂക്കൾ ഉണ്ടായ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. എങ്കിലേ അവിടെ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് തിരിച്ചും പൂക്കൾ ഉണ്ടാകത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ കൈവച്ചൊന്ന് നുള്ളി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അതേപോലെ നമ്മൾ പോട്ട് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു 8 ഇഞ്ച്, ചെറിയ ചെടിയാണെങ്കിൽ ഒരു 8 ഇഞ്ച് പോട്ടിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു നല്ല വലിയ ചെടിയാണെങ്കിൽ നമുക്ക് ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് പോട്ടിൽ വയ്ക്കാം. കാരണം ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്, പെട്ടെന്ന് ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു 8 ഇഞ്ച് 10 ഇഞ്ച് ആ ഒരു രീതിയിലുള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ പെൻഡാസിൻ്റെ ഫ്ലവറിങ് ടിപ്സായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത്, ഏത് ജൈവവളവും നമുക്ക് ഇതിനിട്ട് കൊടുക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനെ എന്ത് വേണേലും കൊടുക്കാവുന്നതാണ്. ഞാനങ്ങനെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജൈവവളങ്ങളാണ്. അതായത് ജൈവ സ്ലറി, അതേപോലെ കടുക് പിണ്ണാക്ക് പുളിപ്പിച്ചത്, കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഒരുപാട് വളത്തിൻ്റെയും ആവശ്യമില്ല. നമുക്ക് മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ചെടിയിലുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിയുന്നത്. അത് നമ്മൾ വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ചെടിയിലുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ മീലി ബഗ്സിൻ്റെയും മുഞ്ഞയുടെയൊക്കെ ആക്രമണം. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പെസ്റ്റിസൈഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ 1 സ്പൂൺ ബേക്കിംഗ് സോഡ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുവാണ്. അതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെടിയിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മീലി ബഗ്സ്, മുഞ്ഞ ഇതേപോലുള്ള കീടങ്ങളുടെ ആക്രമിക്കാതിരിക്കും. ചെടിയെ നമുക്ക് ഒരു പരിധി വരെ ഈ മുഞ്ഞയിൽ നിന്നൊക്കെ സംരക്ഷിക്കാം. പിന്നെ ഈ ചെടിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഈ ഇലകളിലും ഒക്കെ വെള്ളക്കുത്തുപോലെ, കറുപ്പ് കുത്തുപോലൊക്കെ ഉണ്ടാകുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാസത്തിലൊരിക്കൽ ഇതിൽ സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. നമുക്ക് സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നല്ലൊരു സ്റ്റെം നോക്കി നമ്മൾ കട്ട് ചെയ്ത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതേപോലെ സീഡ് മുഖാന്തരവും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നതിന് ശേഷം സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ ചെടിയൊന്ന് നശിച്ചു പോയാൽ കൂടെ നമ്മൾക്ക് പുതിയ ചെടി സ്റ്റെം കട്ടിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വെയിൽ സീസണിലും നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ നമുക്ക് പെൻഡാസ് വാങ്ങിച്ച് വളർത്താവുന്നതാണ്. ഈ ഒരു സമയമാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.